BJP 10,000 കോടി രൂപ കൗശൽ വികാസ് യോജനയുടെ പേരിൽ ഫണ്ടടിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ട വിഷയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അത് കൃത്യമായി തന്നെ നിയമപോരാട്ടം നടത്തി തിരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. 15 ലക്ഷം രൂപ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും BJP അധികാരത്തിൽ വന്നാലെന്ന് പറഞ്ഞാണ് 2014 ആദ്യമായി അധികാരത്തിലേക്ക് അവർ എത്തുന്നത്. അതായത് നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രിയാകുന്നത് 2014 കഴിഞ്ഞ 11.5 വർഷം കൊണ്ട് നാട് മുഴുവൻ കട്ടുമുടിച്ചിരിക്കുകയാണ്. പല ജനക്ഷേമ പദ്ധതികളും തകിടം മറിച്ച് ഏറ്റവും ഒടുവിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി വരെ വെണ്ണീറാക്കിക്കൊണ്ട് കേന്ദ്രം പബ്ലിക് സെക്ടറുകളെ പ്രൈവറ്റൈസേഷൻ നടത്തി ജനങ്ങളെ മുഴുവൻ കുത്തുപാളടിപ്പിച്ചിരിക്കുകയാണ്. പണത്തിന്റെ മൂല്യം കുറഞ്ഞിരിക്കുന്നു, പണപ്പെരുപ്പം വർദ്ധിച്ചു, ഓഹരി വിപണിയിൽ നടക്കുന്നത് സെബിയുടെ കള്ളക്കളിയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി BJPയുടെ തന്നെ പ്രതിനിധികൾ പറയുന്നുണ്ട്. BJP എംപിമാരായിട്ടുള്ള പലരും ഇന്ന് വലിയ തോതിൽ അക്ഷമരാണ്. കൃത്യമായി പറഞ്ഞാൽ നിർമ്മലയെ പുറത്താക്കേണ്ടത് മാത്രമല്ല, നിർമ്മലയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണമെന്ന ആവശ്യവുമായി BJPയുടെ തന്നെ എംപിമാർ നടുത്തോളത്തിലാണ്. കൃത്യമായി റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അതായത് ഈ രാജ്യം കടക്കടിയിലാണ്. 2 ലക്ഷം കോടി രൂപയുടെ പൊതുകടം അത് നാൾക്ക് നാളായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. എങ്ങോട്ടാണ് ഈ പണം പോകുന്നത്, ജനങ്ങളിലേക്കാണോ എത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ BJP അവരുടെ ഖജനാവ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരു ആൾട്ടർനേറ്റീവ് സോഴ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ രാജ്യം ദാരിദ്ര്യത്തിന്റെ ഈറ്റിലമാക്കി മാറ്റിമറിക്കുകയും BJPയുടെ മൊത്തത്തിലുള്ള ആസ്തി വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അതായത് അവർക്ക് ഒരു തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അട്ടിമറിയോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു മന്ത്രിസഭയെ മൊത്തത്തിൽ തകിടം മറിക്കാനോ അവർക്ക് പണം എത്രയെന്നില്ലാതെ ഒഴുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഒരു സംസ്ഥാനത്ത് മാത്രം ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ശതകോടികളാണ് അവർ ഇറക്കുന്നത്. ഇത് എങ്ങനെയാണ് അവർ സ്വരൂപിക്കുന്നത്? കൗശൽ വികാസ് യോജന പോലുള്ള നിരവധിയായ ക്ഷേമ പദ്ധതികൾ ശരിക്കും പറഞ്ഞാൽ ആ ഫണ്ടിന്റെ അട്ടിമറിയിലൂടെയും തിരിമറിയിലൂടെയുമാണ് BJP അവരുടെ ഖജനാവ് നിറയ്ക്കുന്നത്. നേരത്തെ തന്നെ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ BJPയെ കൃത്യമായി ശാസിച്ചതാണ്. ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള ധനസമാഹരണം ഇനി നടക്കില്ല എന്ന് മനസ്സിലാക്കി മറ്റു വഴികൾ തേടുകയാണ് BJP. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ വൻകൊള്ള ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ സർവ്വ തെളിവുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്.